ഇപ്പോൾ ടൗണിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ നല്ല വെയിലിന് നല്ല ചൂടുണ്ട്. എന്തോ മാതിരി ക്ഷീണമാകുന്നത്. അപ്പോൾ അധികം തണുത്ത വെള്ളമോട്ട് കുടിക്കാനാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ ശരീരത്തിന് നല്ലൊരു എന്താ പറയണ്ട ജ്യൂസായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അടിച്ച് കുടിക്കാം. അങ്ങനെ ഇത് 2 പഴമുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ മുറുക്ക് എന്നാ പറയണ്ടേ, നമുക്ക് എത്ര ജ്യൂസ് വേണോ അത്ര നോക്കിയിട്ട് പഴം എടുക്കണേ. എന്നിട്ട് ഇതിങ്ങനെ മുറിച്ചിടുക മിക്സിയുടെ ജാറിലേക്ക്. ഞാൻ 2 എടുക്കുന്നുണ്ട്. ഞാനും മോനും ബാവണ്ണുണ്ട്. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഇത് മുറിച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടത് നല്ല കട്ടപ്പാലാണ് വേണ്ടത്. പക്ഷേ ഞാൻ കട്ടപ്പാലല്ല എടുത്ത് തണുത്ത പാലെടുത്തിട്ടുണ്ട്. 500 ml പാല് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഹോർലിക്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. പഴത്തിന് മധുരമുണ്ട്, അപ്പം നോക്കിയിട്ട് ചേർക്കണം. ഓവർ മധുരമായാൽ കുടിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നോക്കിയിട്ട് ഓരോരുത്തരെ മധുരത്തിൻ്റെ ആവശ്യമായ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഞാൻ അടിച്ചിട്ട് എടുക്കട്ടെ. അടിച്ചെടുത്ത ജ്യൂസ് നമുക്കിതാ കപ്പിലേക്ക് ഒഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. പഴവും പാലും ഉണ്ടെങ്കിൽ ഒരു 5 റുപ്യേൻ്റെ ഒരു ഹോർലിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ജ്യൂസ് അടിച്ച് കുടിക്കാം. ഇതിൻ്റെ വേണമെങ്കിൽ ഇതിനൊരു മേപ്പൊടി ആയിട്ട് നമുക്ക് എന്ത് ചേർക്കാം, ബൂസ്റ്റിൻ്റെ പൊടി വേണമെങ്കിൽ ഇടാം. കണ്ടോ, ഞാനിത് ഇതിന് സ്പൂണല്ല, അല്ലാണ്ട് തന്നെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബൂസ്റ്റിൻ്റെ പൊടി ചേർക്കാം. ഇനി നമുക്ക് ആസ്വദിച്ചങ്ങോട്ട് കുടിക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാനൊന്നെടുത്ത് കുടിച്ച് നോക്കട്ടെ. എന്തായാലും ക്ഷീണം മാറും, നല്ലോണം വിശപ്പും മാറും ക്ഷീണവും മാറും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.